എങ്ങനെ ഇന്നാട്ടിൽ സ്ത്രീകൾ ജീവിക്കും? കോയമ്പത്തൂരിൽ നിന്നാണ് അടുത്ത വാർത്ത. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും സുഹൃത്തും കാറിലിരിക്കുമ്പോഴാണ് 3 അംഗ സംഘം ആക്രമിച്ചത്. ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മിഥുൻ MG വിവരങ്ങളുമായി. മിഥുൻ, കേരളത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ് വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് കോയമ്പത്തൂരിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോട് കൂടി കോയമ്പത്തൂർ എയർപോർട്ടിന് സമീപത്ത് നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പെൺകുട്ടിയും യുവാവും കാറിലിരിക്കുന്ന വേളയിൽ ഒരു സംഘം, അതായത് 3 പേരടങ്ങിയ ഒരു സംഘം ബൈക്കിലെത്തുന്നു. അവർ അതിനുശേഷം ബൈക്കിൽ നിന്നിറങ്ങി കാറിലുണ്ടായിരുന്ന യുവാവിനെ അതിക്രൂരമായി വലിച്ചിറക്കിയതിനു ശേഷം മർദ്ദിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി കടന്നു കളയുകയായിരുന്നു ചെയ്തത്. ഈ സമയത്ത് അബോധാവസ്ഥയിലാകുന്നതിന് മുമ്പ് തന്നെ ഈ യുവാവ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് എത്തി ഈ യുവാവിനെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 1 കിലോമീറ്ററിന് അകലെ നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് ദേഹത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്രത്തോളം അതിൽ ക്രൂരമായിട്ടുള്ള കൂട്ടബലാത്സംഗമാണ് ഈ 3 യുവാക്കൾ നടത്തിയത്. അതിനുശേഷം ഇവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 11 മണിക്ക് നടന്ന സംഭവമാണ്. ഇപ്പോൾ 24 മണിക്കൂറോട് അടുക്കുന്നു. ഇതുവരെയും ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എയർപോർട്ട് പരിസരമാണ്, എയർപോർട്ടിന് സമീപമാണ്. അവിടെയൊക്കെ കൃത്യമായ സുരക്ഷ ഉള്ളതാണ്. ഈ പോലീസിന്റെ പെട്രോളിംഗ് ഒക്കെ ശക്തമായി നടക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രൂരമായ സംഭവവികാസം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു 3 അംഗ സംഘത്തിന്റെ കൂട്ടബലാത്സംഗം നേരിടേണ്ടി വന്ന ഒരു സംഭവം അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി തമിഴ്നാട്ടിൽ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. DMK സർക്കാരിനെതിരെ BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമീപകാലത്ത് പെൺകുട്ടിക്ക് സുരക്ഷയില്ലാത്ത സംസ്ഥാനമായി തമിഴ്നാട് മാറുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം, അതായത് 2024 മാർച്ചിൽ മാത്രം ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ അധ്യാപകർ നിരവധി പേരുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് 225ഓളം അധ്യാപകരെ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പിരിച്ചുവിടേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലും രാത്രികാലങ്ങളിൽ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ ഒന്നും തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു നാടായി തമിഴ്നാട് മാറി എന്നുള്ള ഒരു ആരോപണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.